പ്രേമയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയിലെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. തന്നെ ഉണ്ടായിരുന്നു. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം ഇന്ന സമയത്ത് കുടുംബം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. പക്ഷെ ഇന്ന് അത് അന്യം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോമൺ പ്രേയേഴ്സിന്റെ സമയം 9:30 ആണെങ്കിൽ 9:30 ആകുമ്പോൾ മണിയടിക്കുമ്പോൾ പോകാന്നുള്ളതല്ല. 9:30 കഴിഞ്ഞോ 9:45 വരെ നമ്മൾ വർത്താനം പറഞ്ഞു നിന്നാലും സമയമാകുമ്പോൾ ഇനി നമുക്ക് പോയി പ്രാർത്ഥിച്ചാലോ അങ്ങനെ ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് വളരെ ഫാമിലി പോലെ സന്തോഷത്തോടെ പോകുന്നതായിരിക്കണം. എന്നാലും പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് വരുവുള്ളൂ. ഹസ്ബൻഡിനെ കുറിച്ച് പറയുമ്പോൾ സന്തോഷം, മക്കളെ കുറിച്ച് പറയുമ്പോൾ അമ്മയ്ക്ക് സന്തോഷം, അപ്പനെയും അമ്മേനെയും കുറിച്ച് പറയുമ്പോൾ മക്കൾക്ക് സന്തോഷം. അപ്പോൾ അവരോട് ഞാൻ പറയുന്നത് ഒത്തിരി സന്തോഷമാണ്, നിങ്ങളുടെ കൂടെ ആയിരിക്കുന്ന ഈ സമയം ഞങ്ങൾക്ക് വലിയ സന്തോഷപ്രദമാണ്. അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം, അച്ഛാ ഞങ്ങളുടെ ഈ സന്തോഷത്തിന് കാരണം ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയാണ്. ഞങ്ങൾ ഒരുപാട് അത്ഭുതപ്പെടുത്തിയതാണ്. കാരണം ഒരു കുടുംബം ഒന്നാകെ വിവിധ രാജ്യങ്ങളിലാണ്, സഹോദരിയൊക്കെ മറ്റൊരു രാജ്യത്താണ്, അപ്പനും അമ്മയും 2 സഹോദരിമാര് നാട്ടിലുണ്ട്. എന്നിരുന്നാലും കുടുംബ പ്രാർത്ഥന എത്ര മനോഹരമായിട്ടാണ് അവര് നടത്തിയതെന്ന് അത്ഭുതപ്പെടുകയാണ്. ഇന്ന് നമ്മോടൊപ്പമുള്ള പ്രിയ വൈദികരെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമുക്ക് പരിചയമുള്ള മുഖങ്ങൾ തന്നെയാണ്. ഫാദർ ആൽഫിൻ മണവാളൻ, ഡോക്ടർ ജോസ് തയ്യിൽ, ഫാദർ ജോസഫ് ഓണാട്ട്, ഞാൻ ഫാദർ ജസ്റ്റിൻ കപ്പലുമാക്കൽ. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഏറെ സ്നേഹപൂർവം പങ്കുവെച്ചതും ധ്യാനിച്ചതും കുടുംബജീവിതത്തെക്കുറിച്ചാണ്. മക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വെച്ചു. ഈ ഒരു വേള, ഈ ഒരു എപ്പിസോഡിൽ ഒരു കുടുംബത്തിൻ്റെ നെടുന്തൂണ് അല്ലെങ്കിൽ നട്ടൽ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് പറഞ്ഞു വെക്കുന്നത്. ആധ്യാത്മിക ജീവിതത്തിൻ്റെ തന്നെ നട്ടൽ എന്ന് കരുതപ്പെടുന്നത് പ്രാർത്ഥനയാണ്. എങ്കിൽ ഈ ഒരു വേള കുടുംബത്തിൻ്റെ നട്ടലായ കുടുംബ പ്രാർത്ഥനയിലേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ഒരു അനുഭവം പങ്കുവെച്ചുകൊണ്ട്, എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയ ഒരു അനുഭവം പങ്കുവെച്ചുകൊണ്ട് ഒന്ന് ആരംഭിക്കട്ടെ. യാദൃശികമായി ഒരു കുടുംബത്തിൽ സന്ധ്യാസമയത്ത് എത്താനുള്ള ഇടം എനിക്കുണ്ടായി. അങ്ങനെ പ്രാർത്ഥനയുടെ സമയമായതുകൊണ്ട് തന്നെ കുടുംബത്തോട് ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് പ്രാർത്ഥിച്ചേക്കാം, കുടുംബ പ്രാർത്ഥന ചൊല്ലേണ്ട സമയമായല്ലോ. അവരെല്ലാവരും മുട്ടുമ്മയിൽ നിന്നു കുടുംബ പ്രാർത്ഥന ആരംഭിച്ചു. എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത്, ആ കുടുംബത്തിൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുണ്ടായിരുന്നു, ഒരു പെൺകൊച്ച്. ആ കുടുംബത്തിൽ 1-ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഈ കൊച്ചാണ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തത്. ജപമാല ചൊല്ലി, രഹസ്യങ്ങൾ കൃത്യമായി ചൊല്ലി, അങ്ങനെ ഭംഗിയായി ആ കുടുംബത്തിലെ പ്രാർത്ഥനകൾ നിർവഹിക്കുവാൻ ആ കൊച്ചിന് സാധിച്ചു. ഇതിലൂടെ ആ കുടുംബം പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ മുടങ്ങാതെ നടക്കുന്നത് ഒന്ന് കുടുംബ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ ഏറ്റവും ചെറിയ കൊച്ചിന് പോലും കുടുംബ പ്രാർത്ഥന അറിയാമായിരുന്നു. ഇത് ആ കുടുംബത്തിന്റെ തന്നെ വലിയൊരു അനുഗ്രഹമായി മാറും, വലിയൊരു സമ്പത്തായി മാറും. തിരുവചനത്തിലേക്ക് നോക്കിയാൽ, പഴയ നിയമങ്ങളിലേക്ക് നോക്കിയാൽ, കുടുംബമായി ബലിയർപ്പിക്കുന്ന പൂർവ്വപിതാക്കന്മാരെ നമുക്ക് കണ്ടെത്തുവാൻ വേണ്ടി സാധിക്കും. എബ്രാഹാം ബലിയർപ്പിക്കുമ്പോൾ മകനെ ചേർത്ത് പിടിക്കുന്നു, ഇസഹാക്ക് ബലിയർപ്പിക്കുമ്പോൾ മകനെ ചേർത്ത് പിടിക്കുന്നു, യാക്കോബ് 12 മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ബലിയർപ്പിക്കുന്നു. ഇത് കുടുംബ പ്രാർത്ഥനയിലേക്കുള്ള വലിയൊരു സൂചനയാണ്. കുടുംബമായി ബലിയർപ്പിക്കുന്നു, കുടുംബമായി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ തിരുസഭ കണക്കാക്കുന്നത് ഗാർഹിക സഭയെന്നാണല്ലോ. ഈ ഗാർഹിക സഭയിൽ നിന്നും ഒരു ബലിയർപ്പണം ഉണ്ടാകണം. നമ്മൾ സഭയായി ഒരുമിച്ച് കൂടി ഒരു ദേവാലയത്തിൽ അൾത്താരയ്ക്ക് ചുറ്റും വരുന്ന നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ സഭയുടെ ബലിയാണിത്. അതുപോലെ തന്നെ അച്ഛന്മാർക്കും അറിയാം, ഒരു ഗാർഹിക സഭയിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന ഒരു ബലിയർപ്പണം, അത് പ്രാർത്ഥനയുടെ ഒരു ബലിയർപ്പണമാണ്, കുടുംബ പ്രാർത്ഥനയുടെ ഒരു ബലിയർപ്പണമാണ്. അതിന്റെ പ്രാധാന്യം, സഭയുടെ നെടുന്തൂണെന്ന് നമ്മൾ പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയില്ലെങ്കിൽ സഭയില്ല. അപ്പൊ അതുപോലെ ഗാർഹിക സഭയായ കുടുംബത്തിന്റെ നെടുന്തൂണ് എന്തായിരിക്കണം? അവിടുത്തെ കുർബാന നമ്മൾക്ക് പറയാം, അത് കുടുംബ പ്രാർത്ഥനയായിരിക്കണം. കുടുംബ പ്രാർത്ഥനയെ കുറിച്ച് നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങള്, പഴയ കത്തോലിക്ക കുടുംബങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ കുടുംബ പ്രാർത്ഥന എന്നുള്ളൊരു പാരമ്പര്യം തന്നെ ഉണ്ടായിരുന്നു. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം ഇന്ന സമയത്ത് കുടുംബം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. പക്ഷെ ഇന്ന് അത് അന്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ജോലി തിരക്ക്, പല കാരണങ്ങളും നമുക്ക് അതിന് പറയാം. കാര്യം ഇന്ന് അപ്പനും അമ്മയ്ക്കും ജോലിയുണ്ട്, അവർ ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പം 8 മണി 9 മണി, അപ്പൊ ഒരു കുടുംബ പ്രാർത്ഥനയ്ക്കുള്ള സമയമില്ല. ഈ അടുത്ത് ഞാൻ എവിടെയോ കേട്ട ഒരു രസകരമായ ഒരു കാര്യമാണ്, നമ്മൾ എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നില്ലേ, പല കാര്യങ്ങളും നമ്മൾ എഡിറ്റ് ചെയ്യും. ഇന്ന് ഏറ്റവും കൂടുതൽ എഡിറ്റ് ചെയ്യപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കുടുംബ പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ പ്രാർത്ഥനയാണ് ഏറ്റവും കൂടുതൽ എഡിറ്റ് ചെയ്യപ്പെടുന്നത്. പരീക്ഷയാണ്, എന്നാൽ കുടുംബ പ്രാർത്ഥനയുടെ സമയം കുറയ്ക്കാം, അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന മാറ്റി വെക്കാം.
അല്ലെങ്കിൽ ഇന്ന് കളിയുണ്ട്, എന്നാൽ കുടുംബ പ്രാർത്ഥന മാറ്റി വെക്കാം. എഡിറ്റ് ചെയ്യാൻ നമ്മൾ സൗകര്യപ്പെടുന്നത് കുടുംബ പ്രാർത്ഥനയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു പഴയകാല നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങളിൽ നല്ലൊരു ഐക്യവും കൂട്ടായ്മയും ഒരു നല്ലൊരു ആത്മബലവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, ഐക്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനൊരു കാരണം ഈ കുടുംബ പ്രാർത്ഥന എന്നുള്ളത് നഷ്ടപ്പെട്ടത് കൊണ്ടാണോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. അപ്പൊ അച്ഛൻ പറഞ്ഞോണ്ട് നമ്മള് കുടുംബ പ്രാർത്ഥന ഒരു ബലി പോലെ കാണണം, അല്ലെങ്കിൽ കുടുംബത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്, ഒരു പ്രൈം ടൈമാണ് ഈ കുടുംബ പ്രാർത്ഥനയുടെ സമയം എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. സാധാരണ രീതിയിൽ ഒരു നല്ലൊരു വിശ്വാസമുള്ള കുടുംബത്തിൽ ഒരു കുടുംബ പ്രാർത്ഥനയുടെ സമയം ആവറേജ് ഒരു മണിക്കൂറൊക്കെ വരും. ചില കുടുംബങ്ങൾ, ചിലയിടത്ത് അരമണിക്കൂർ, ജപമാല ചൊല്ലി 20 മിനിറ്റ്, പിന്നെ എക്സ്ട്രാ കുറേ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി. ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്, എൻ്റെ കൊച്ചുനാളിലൊക്കെ എൻ്റെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന ഒരു മണിക്കൂർ, 1.25 മണിക്കൂറൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു മണിക്കൂറും പ്രാർത്ഥനയല്ല, മറിച്ച് ഞങ്ങൾക്കതൊരു സന്തോഷമുള്ള സമയമായിരുന്നു. സന്തോഷമുള്ള സമയം എന്ന് പറയാൻ കാരണം, ഞാൻ ചെറുപ്പത്തിലെ ഒരു 6ാം ക്ലാസ് വെച്ച് തബല പഠിക്കാൻ പോയി, ഇൻസ്ട്രുമെന്റ് തബല പഠിക്കാൻ പോയി. പിന്നെ അനിയൻ ആ നാളുകളിൽ കീബോർഡ് പഠിക്കാനൊക്കെ പോയി. അപ്പോൾ വീട്ടിൽ ഞാനിങ്ങനെ തബല വെച്ചിരിക്കും, അനിയൻ ചെറിയൊരു കീബോർഡ് ആയിട്ടിരിക്കും, അമ്മച്ചി ചെറിയ രീതിയിൽ പാട്ട് പാടും. അപ്പോൾ ഞങ്ങൾ 3 പേര് കൂടി ഒരു ഗാന ശുശ്രൂഷയുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പാട്ട്, മാതാവിൻ്റെ പാട്ടിനൊക്കെ ഈ തബല വായിച്ച് കീബോർഡൊക്കെ വായിച്ച് നല്ല രസമായിരുന്നു, ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് പോലെ തന്നെ. അപ്പോൾ അങ്ങനെ പോകുന്നു. അപ്പോൾ അപ്പനോട് അമ്മ കംപ്ലൈൻറ്റ് ചെയ്യില്ല, അപ്പൻ അപ്പോൾ എത്തിയിട്ടുണ്ടാവില്ല, പപ്പ ചിലപ്പോൾ കടയിൽ അങ്ങനെ ആയിരിക്കും. അപ്പോൾ പപ്പ വരും, പപ്പയും കൂടെ ചേരും. അപ്പോൾ അതൊരു രസകരം. അപ്പോൾ കൂടെയുള്ള കൂട്ടുകാർ ചോദിക്കും, നിൻ്റെ വീട്ടിൽ എന്നോട് 7:30 ഗാനമേളയാണെന്ന് ചോദിക്കും. പക്ഷെ അത് ഗാനമേളയല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സമയം വളരെ സന്തോഷമുള്ള സമയം. കാരണം അത് തന്നെ നമ്മളെ ഇൻട്രസ്റ്റിംഗ് ആണ്, പ്രാർത്ഥന ആ സമയം. അപ്പം ആ സമയം കുറെ കൂടി നമുക്ക് നല്ല സന്തോഷകരമായൊരു സമയം ആക്കുകയാണെങ്കിൽ, ഇന്നിപ്പോൾ സംഭവിക്കുന്നത് ചിലപ്പോൾ പരീക്ഷ ഉള്ളവൻ റൂമിൽ ഇരിക്കുന്നുണ്ടാവും, പഠിക്കുന്നുണ്ടാവും, അമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് വരാൻ തോന്നാത്തതിൻ്റെ കാരണം അവിടെ ഒരു സന്തോഷത്തിൻ്റെ ഒരു ആനന്ദം ഉണ്ടാകുന്ന സമയമാകുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ സഭയിലൊരു സുപ്പീറാച്ചൻ പറഞ്ഞാണ്, നമ്മുടെ കോമൺ പ്രേയേഴ്സിൻ്റെ സമയം 9:30 ആണെങ്കിൽ 9:30 ആകുമ്പോൾ മണിയടിക്കുമ്പോൾ പോകുന്നുള്ളതല്ല, 9:30 കഴിഞ്ഞോ 9:45 വരെ നമ്മൾ വർത്തമാനം പറഞ്ഞു നിന്നാലും സമയമാകുമ്പോൾ ഇനി നമുക്ക് പോയി പ്രാർത്ഥിച്ചാലോ, അങ്ങനെ ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് വളരെ ഫാമിലി പോലെ സന്തോഷത്തോടെ പോകുന്നതായിരിക്കണം. എന്നാലും പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് വരുവുള്ളൂ. അപ്പോൾ നമ്മുടെ കുടുംബ പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് വരാൻ പാകത്തിന് സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. എന്നാലാണ് അതിൻ്റെ ഫലം അനുഗ്രഹമുള്ളത്. അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞോണ്ട് എഡിറ്റിംഗ് പരിപാടികൾ നടക്കും, അല്ലെങ്കിൽ ഇടയ്ക്ക് പോയി കുക്കിങ്ങിന് പോകും, അല്ലെങ്കിൽ ഇടയ്ക്ക് പോയി പഠിക്കാൻ പോകും, ഉറക്കം, തൂണുമേച്ചായിരുന്നു ഉറക്കം എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ പ്രാർത്ഥനയുടെ സമയം, ആ പ്രൈം ടൈം, നമ്മൾ അത് കർത്താവിന് കൊടുക്കുന്ന പ്രൈം ടൈമാണ്. ഏറ്റവും നല്ല സമയമായിരിക്കണം, സന്തോഷത്തിന് സമയമായിരിക്കണം. നമ്മുടെ പിണക്കങ്ങളെല്ലാം പറഞ്ഞു തീർക്കാനും, ഒരു പ്രാർത്ഥന കഴിഞ്ഞൊരു കെട്ടിപ്പിടിക്കാനും കൈമുത്താനും ഒക്കെ ആകുമ്പോൾ ആ സമയം ഏറ്റവും നല്ല സമയമാവും. ഇതൊന്ന് കുടുംബ പ്രാർത്ഥന നമ്മുടെ സന്തോഷവും ദുഃഖങ്ങളൊക്കെ പങ്കുവെക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാക്കി മാറ്റിയാൽ പ്രാർത്ഥന അത് തന്നെയാണല്ലോ. പ്രാർത്ഥനയുടെ അർത്ഥം തന്നെ ഇതാണല്ലോ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ നന്ദി പ്രകടനം, നമ്മുടെ നിയോഗങ്ങൾ, ഇതെല്ലാം ദൈവദർശനത്തിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ഒരു കുടുംബത്തിൻ്റെ ഈ ആവശ്യങ്ങളെല്ലാം, അവരുടെ വികാരങ്ങളും വിചാരങ്ങളും എല്ലാം ദൈവദർശനത്തിലേക്ക് ഉയർത്തേണ്ട സമയമാണ് കുടുംബ പ്രാർത്ഥന. ഞാനൊരു പള്ളിയിലെ പാസ്റ്ററൽ മിനിസ്റ്റർ ചെയ്ത സമയത്തെ, ബ്രദറായിരുന്ന സമയത്തെ ഓർമ്മ പതുക്കെ ഉള്ളിലേക്ക് വരിക. അതായത് ഒരു കുടുംബത്തിൽ മക്കൾ 2 പേരും അന്നത്തെ യുവജന സംഘടനയിലൊക്കെ വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്നതാണ്. ഈ അമ്മയാണെന്നുണ്ടെങ്കിലും മാതൃ സംഘടനയിലൊക്കെ സജീവ സാന്നിധ്യമാണ്. അപ്പോൾ ഈ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ അവരുടെ വീട്ടിലേക്ക് കയറാനിടയായി. അപ്പോൾ ഇവർ വാഹനം ഇവരുടെ കുടുംബത്തെക്കുറിച്ചാണ് പറയുന്നത്, കുടുംബത്തിൻ്റെ നന്മകളെ കുറിച്ച്. ഇവർ ഹസ്ബൻഡിനെ കുറിച്ച് പറയുന്നുണ്ട്, ഹസ്ബൻഡ് അന്ന് അവിടെ ഇല്ലായിരുന്നു എങ്കിൽ ഹസ്ബൻഡിനെ കുറിച്ച് പറയുമ്പോൾ സന്തോഷം, മക്കളെക്കുറിച്ച് പറയുമ്പോൾ അമ്മയ്ക്ക് സന്തോഷം, അപ്പനെയും അമ്മേനെയും കുറിച്ച് പറയുമ്പോൾ മക്കൾക്ക് സന്തോഷം. അപ്പോൾ ഞാൻ പറഞ്ഞ ഒത്തിരി സന്തോഷമാണ്, നിങ്ങളുടെ കൂടെ ആയിരിക്കുന്ന ഈ സമയം ഞങ്ങൾക്ക് വലിയ സന്തോഷപ്രദമാണ്. അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം, അച്ഛാ ഞങ്ങളുടെ ഈ സന്തോഷത്തിന് കാരണം ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയാണ്. ഞാൻ പറഞ്ഞ കേൾക്കട്ടെ, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന എങ്ങനെയാണ്? അവർ പറഞ്ഞ ഇപ്രകാരമാണ്, ഈ ഒരു 2 നില വീടായത് കേട്ടോ, പക്ഷേ ചേട്ടന് മാത്രമേ ജോലിയുള്ളൂ, മക്കൾ 2 പേരും പഠിച്ചുകൊണ്ടിരിക്കുന്ന, ചേച്ചി ഹൗസ് വൈഫാണ്. ഈ ചേട്ടന് ഇറച്ചിവെട്ടാണ്, അതും ചന്തയിലാണ്. ചന്തയിലൊക്കെ ആകുമ്പം ഇതേ രീതിയിലുള്ള മോശം സ്വഭാവം എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം. പക്ഷേ ഈ ചേട്ടൻ അങ്ങനത്തെ ഒരാളെ അല്ല, നല്ല മനുഷ്യൻ. ചേട്ടനെ എനിക്ക് പരിചയമാണ്. അപ്പോൾ അവർ പറയുന്ന ഈ കുടുംബ പ്രാർത്ഥനയാണ് ഇവരെ ഇങ്ങനെ രൂപപ്പെടുത്തുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞ വൈകുന്നേരം ഒരു 7:30 കൂടി മക്കൾ 2 പേരും കോളേജിൽ നിന്നെത്തും. ചേച്ചിയുടെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ചേച്ചിയും വരും, ചേട്ടനും മാർക്കറ്റിൽ നിന്ന് തിരികെ എത്തും. ഇവരെ കുളിച്ചെല്ലാം നല്ല ഭംഗിയായിട്ട്
ഇവരുടെ ഓരോ ദിവസവും പങ്കുവയ്ക്കും. ചേട്ടൻ അവിടെ ചന്തയിൽ നടന്ന കാര്യങ്ങൾ, ചിലപ്പോൾ ഇത് കച്ചവടത്തിന് സമയത്ത് നടന്നിരുന്ന പ്രശ്നങ്ങൾ, ചിലപ്പോൾ അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ ചീത്തവിളികളും കാര്യങ്ങളും ഒക്കെ കാണാം. അതിനെ പുള്ളി നേരിട്ട വഴികൾ, അങ്ങനെ പ്രതിസന്ധികളെക്കുറിച്ചും അതേപോലെ തന്നെ സന്തോഷത്തിൻ്റെ കാര്യങ്ങളും കൂടെയുള്ളവരുടെ കാര്യങ്ങളൊക്കെ പുള്ളി പങ്കുവയ്ക്കും. ചേച്ചിയുടെ വീട്ടിൽ കടന്നു വന്ന, ചേച്ചി ഹൗസ് വൈഫാണല്ലോ, വീട്ടിൽ തന്നെയാണല്ലോ, അപ്പം അയൽപക്കത്തെ ആൾക്കാർ കടന്നു വന്ന് അവർ പരദൂഷണം പറഞ്ഞ കാര്യങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ നാട്ടിലത്തെ നാട്ടുവാർത്തകളും കാര്യങ്ങളും ഒക്കെ പുള്ളിക്കാരത്തെയും പങ്കുവയ്ക്കും. മക്കൾ കോളേജിൽ പോയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പങ്കുവയ്ക്കും. ഈ പയ്യനാണെന്നുണ്ടെങ്കിൽ കളിക്കാനും ഒക്കെ അവിടെ വരുന്ന, അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും ഒക്കെ ഇവൻ പങ്കുവയ്ക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു അരമുക്കാൽ മണിക്കൂർ എടുക്കുമായിരിക്കും ഇതെല്ലാം കൂടെ പങ്കുവയ്ക്കും. അതിനുശേഷമാണ് ഇവരുടെ പ്രാർത്ഥന രൂപപ്പെടുന്നത്. 5 നിയോഗങ്ങളായി ഈ 4 പേര് ഒരുമിച്ച് ചേർന്ന് ഇവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും പറയുമ്പോൾ 5 നിയോഗങ്ങളായി. ഈ 5 നിയോഗങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനയാണ്. ഇതൊരു മധ്യസ്ഥ പ്രാർത്ഥനയും കൂടെയാണ്. കണ്ടുമുട്ടിയവരെയൊക്കെ നമ്മൾ സമർപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഇവരുടെ വിഷമങ്ങൾ സമർപ്പിക്കുകയാണ്, ഇവരുടെ മറ്റു കുടുംബങ്ങളുടെ വിഷമങ്ങൾ സമർപ്പിക്കുകയാണ്. ഇത് നേരം സന്തോഷത്തിന് നിമിഷമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. മണവാളനച്ചൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചർച്ചകൾക്ക് ശേഷം നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ എന്ന് ചോദിക്കാൻ, കാര്യം പ്രാർത്ഥിക്കാൻ നമുക്ക് കണ്ടന്റ് ഉണ്ട്, പ്രാർത്ഥിക്കാൻ ഒരു കാരണമുണ്ട്, സന്തോഷമുണ്ട്. അപ്പം കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇങ്ങനെ പങ്കുവയ്പിൽ നിന്ന് രൂപപ്പെടേണ്ട ഒരു മാനുഷികമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ്. അവിടെ ദൈവം ഇടപെടും. അച്ഛൻ പറഞ്ഞ പോലെ ഇപ്പം ചില കുടുംബങ്ങളുണ്ടോ ഈ കുടുംബ പ്രാർത്ഥന വളരെയധികം മഹാത്മ്യമായി കാണുന്ന, എനിക്കറിയാം. എൻ്റെ ഒരു കസിൻ, അവർ എഞ്ചിനീയേഴ്സാണ്, ചേട്ടനും ചേച്ചി എഞ്ചിനീയേഴ്സാണ്, 4 മക്കൾ കൂടെ ചേട്ടൻ്റെ അമ്മയുണ്ട്. അതിൽ ഈ ചേട്ടൻ കുറെ കാലം ചൈനയിലായിരുന്നു. ചൈനയിൽ പോയി. പക്ഷേ ഈ ചൈനയിൽ പോയപ്പോഴും ഏകദേശം എനിക്ക് തോന്നുന്നു 6 മാസം 1 വർഷമായിട്ട് ചൈനയിലായിരുന്നു. ഈ ചൈനയിൽ പോയപ്പോഴും കണ്ടൊരു കാര്യം എന്താ വെച്ചാൽ, ഒരു കുടുംബ പ്രാർത്ഥന മുടങ്ങിയിട്ടില്ല. ഈ കുടുംബ പ്രാർത്ഥന എങ്ങനെയാണെന്ന് വെച്ചാൽ, ചൈനയിൽ പുള്ളി ഇവിടുത്തെ സമയം നോക്കി ആ ഒരു സമയം ഫ്രീ ആയിട്ട് വീഡിയോ കോൾ വിളിച്ച് ഓൺലൈനിൽ മക്കളും അമ്മയും ഈ ചേച്ചിയും കൂടെ ഒരുമിച്ചിരുന്ന് കൊന്ത ചെല്ലുക എന്നുള്ള ഒരു സമ്പ്രദായം അതാണ്. അപ്പൊ ആ മക്കൾക്കും മനസ്സിലായി ഇത് വലിയൊരു കാര്യമാണ്. അപ്പൻ പുറത്താണെങ്കിൽ പോലും കുടുംബ പ്രാർത്ഥന, ആ കുടുംബത്തിൽ പ്രശ്നങ്ങളില്ല എന്ന് ഞാൻ പറയില്ല. ആ കുടുംബത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, ആ കുടുംബത്തിൽ അസ്വാഭാവികമായ ഒരു മരണം നടന്നിട്ടുണ്ട്. പക്ഷെ ഇതിലൊന്നും ആ കുടുംബം തകർന്നു പോയിട്ടില്ല. നേരിടാനുള്ള ശക്തി എന്ത് പ്രശ്നം വരുമ്പോഴും അവർക്ക് ഇപ്പോഴും ഒരു ചിന്തയാണ്, ആ പ്രശ്നം വരട്ടെ, അതപ്പ കാണാം. പ്രാർത്ഥന ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കുന്ന ഒന്നല്ല, പക്ഷെ പ്രശ്നങ്ങൾ വഹിക്കാൻ നമ്മുടെ തോളിനെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അച്ഛന്റെ ബാച്ചിൽ ഒരു ബ്രദറിന്റെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും സെമിനാരിയിൽ പങ്കുവച്ചിരുന്ന ഒരു സംഭവമാണ്. ഞങ്ങൾ ഒരിക്കല് കോവിഡ് സമയമാണ്, ഞങ്ങൾ എല്ലാവരും മുറികളിൽ കൂടിയായിരുന്നു. രാത്രി സമയത്ത് ക്വാറന്റൈൻ ആയതുകൊണ്ട് തന്നെ ആരോടും മിണ്ടാനൊന്നുമില്ല, നമ്മുടെ കയ്യിൽ ഫോണുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു റൂമിൽ നിന്ന് ആഘോഷപൂർവ്വം പ്രാർത്ഥനയുടെ സ്വരം കേൾക്കുന്നു. ആ റൂമിൽ ഒരു 5-6 പേര്, ഒരു സ്ത്രീ ശബ്ദം, ഇതെല്ലാം ആ റൂമിൽ നിന്നും വരുന്നത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും ആ റൂമിൽ പോയി ചെന്ന് വാതിലിൽ മുട്ടി വാതിൽ തുറന്നു. ആ ബ്രദർ തുറന്നു കഴിഞ്ഞപ്പോൾ ആ ബ്രദറിന്റെ റൂമിൽ വലിയൊരു കുടുംബ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട് ഓൺലൈൻ മീറ്റിങ്ങിൽ. ഞങ്ങൾ ഒരുപാട് അത്ഭുതപ്പെടുത്തിയതാണ്. കാരണം ഒരു കുടുംബം ഒന്നാകെ വിവിധ രാജ്യങ്ങളിലാണ്, സഹോദരിയൊക്കെ മറ്റൊരു രാജ്യത്താണ്, അപ്പനും അമ്മയും 2 സഹോദരിമാര് നാട്ടിലുണ്ട്. എന്നിരുന്നാലും കുടുംബ പ്രാർത്ഥന എത്ര മനോഹരമായിട്ടാണ് അവര് നടത്തിയതെന്ന് അത്ഭുതപ്പെടുകയാണ്. ഒരു ചെറിയ കാര്യം ഓർമ്മ വന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാതാപിതാക്കളെ വിളിക്കുന്നത് എന്താണെന്ന്, ഭൂമിയിലെ കാണപ്പെട്ട ദൈവങ്ങൾ. ഈ ഭൂമിയിലെ കാണപ്പെട്ട ദൈവങ്ങളായ മാതാപിതാക്കൾക്ക് ഉള്ള ഒരു ഉത്തരവാദിത്തമാണ് മക്കളെ കാണാത്തൊരു ദൈവത്തെ കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. അത് കാണിച്ചു കൊടുക്കുന്ന വേള കുടുംബത്തിലെ വേളയാണ് കുടുംബ പ്രാർത്ഥന. പണ്ടൊക്കെ ഈ മാതാപിതാക്കളെ ഈ മക്കളെ ഈശോയുടെ രൂപത്തിന് മുമ്പിൽ കൊണ്ടു നിർത്തിയിട്ട് പറയുന്നൊരു വാചകമുണ്ട്, ഇത് ഈശോ ആണെന്ന് പറയും, പപ്പാച്ച എന്ന് പറഞ്ഞ് ഈശോ ആണെന്ന് പറഞ്ഞ് ഈശോ അപ്പായിക്ക് ഒരു സ്തുതി കൊടുത്തേ എന്നൊക്കെ പറഞ്ഞ് ഈശോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പണ്ട് കുട്ടികൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്, അപ്പം തന്നെ അവര് കൈകൂപ്പുന്ന ഒരു സംസ്കാരമുണ്ട്. പക്ഷെ ഇന്ന് ഒരുപാട് മാറിപ്പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം, അത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമയമാണ്. ഈ കാലഘട്ടത്തിൽ 12-20 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ പ്രധാനപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചായിരുന്നെങ്കിൽ പറയുമായിരുന്നു പണമായിരുന്നു, അല്ലെങ്കിൽ ആരോഗ്യമായിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറി, കാലഘട്ടം മാറി. നമുക്കിന്ന് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടത് സമയമാണ്. നമുക്കറിയാം ഈ ഒരു കാലയളവില് എത്ര സമയം ജോലി ചെയ്തു അതനുസരിച്ചുള്ള വേതനമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സമയമാണ് പ്രധാനപ്പെട്ടത്. പണം ലഭിക്കുന്നത് സമയത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അത്രയേറെ വിലപ്പെട്ടതായി മാറി സമയം. എങ്കിൽ ഇന്ന് സമയത്തിന് നമ്മൾ വില കൽപ്പിക്കുമ്പോൾ ഈ സമയം ദൈവത്തിനും കൂടെ കൊടുക്കാൻ നമ്മുടെ കുടുംബത്തിന് സാധിക്കണം, വ്യക്തികൾക്കും സാധിക്കണം. ദശാംശം എന്ന് പറയുന്നത് സമ്പത്തിന്റെ മാത്രമല്ല, നമുക്ക് 24 മണിക്കൂർ ഒരു ദിവസം ലഭിച്ചിട്ടുണ്ടെങ്കിൽ 2.5 മണിക്കൂറെങ്കിലും ദൈവത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബാധ്യസ്ഥതയുണ്ട്. നമ്മൾ
കുടുംബ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ നോക്കുമ്പോൾ ബൈബിളിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നല്ലൊരു ഭാഗമുണ്ട്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 19-ാം തിരുവചനത്തിൽ നീ ക്രിസ്തുവാണ് എന്ന് ഏറ്റുപറയുന്ന പത്രോസിനോട് പറയുന്ന, അവന് കൊടുക്കുന്ന ഒരു അധികാരമുണ്ട്. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. 18-ാം അധ്യായത്തിൽ ഈ അധികാരം തന്നെ കുറച്ചേറെ പേർക്കായിട്ട് കൊടുക്കുന്നു. അതിങ്ങനെയാണ്: നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. പത്രോസിന് മാത്രം കൊടുത്ത ഒരു അധികാരം കുറച്ച് ഒരു സമൂഹത്തിനായിട്ട് നൽകുക. എന്നിട്ട് അടുത്ത വചനം ഇങ്ങനെയാണ്: രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. അപ്പം കുടുംബത്തിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്ന താക്കോലാണ്. ഇപ്പം നമ്മുടെ കുടുംബനാഥ മക്കൾ യോജിച്ച് ഒരു കാര്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർ ഈ ഭൂമിയിലിരുന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം സ്വർഗത്തിന്റെ വാതായനങ്ങൾ തുറക്കും. ഇത് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ പറയാം. ഇപ്പൊ കുടുംബത്തിൽ എന്തെങ്കിലും കെട്ടപ്പെട്ട് കിടപ്പുണ്ടെങ്കിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ ആ കെട്ട കഴിയും. തീർച്ചയായിട്ടും. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ബലഹീനരാണ്, നമ്മൾ മനുഷ്യരാണ്, അയോഗ്യരാണ്. നമ്മൾ ചിലപ്പം പറയുന്ന വാക്കുകൾ, അല്ലാതെ ചെയ്യുന്ന ചില പ്രവൃത്തികൾ, അത് ചില തിന്മയുടേതായിട്ടുള്ള കെട്ടുകളൊക്കെ നമ്മുടെ കുടുംബത്തിൽ അവശേഷിപ്പിച്ചേക്കാം. പക്ഷെ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് എൻ്റെ ചാച്ചൻ പറയും, നമ്മുടെ അതിർത്തിയിൽ നിൽക്കുന്ന തെങ്ങ് പോലും നമ്മുടെ ഈ കുടുംബ പ്രാർത്ഥന കേൾക്കണം. കാരണം സമൃദ്ധമായിട്ടുള്ള വിളവ് അതിന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബ പ്രാർത്ഥനയുടെ ശബ്ദം അവിടെ എത്തണമെന്ന് പറയും. അതായത് ഈ അതിർത്തികൾ വരെയും എത്തത്തക്ക രീതിയിൽ നമ്മൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കണം. കാരണം അതിൻ്റെതായിട്ടുള്ള ഒരു ശക്തിയുണ്ട്. പിന്നെ ഈ കുടുംബ പ്രാർത്ഥനയിൽ വലിയൊരു ഫോർമേഷൻ നടക്കുന്നുണ്ട് വിശ്വാസത്തിന്റെ. അതായത് ഇപ്പോ ബൈബിള് വായിക്കുമ്പോൾ ഒരു കുട്ടിയോട് പറയാണ്, വായിക്കുന്നവരും വായന കേൾക്കുന്നവരും ശ്രവിക്കുന്നവരും എഴുന്നേറ്റ് മുട്ടുമ്പോ നിൽക്കാനൊക്കെ പറയും. ഒരുമാതിരി എല്ലാ വീടുകളിലും മുട്ടുമ്പോ നിന്ന് തന്നെ ബൈബിൾ വായിക്കുന്നതും ശ്രവിക്കുന്നു. മുട്ടുമ്പോ നിൽക്കുമ്പോൾ ഒരു കുട്ടി ചിന്തിക്കുകയാണ് വചനം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് മുട്ടുമ്പോ നിൽക്കാൻ പറയുന്നത്. ഇനിയിപ്പോ ചില വീടുകളിൽ കണ്ടിട്ടുണ്ട്, ഒരു ലീഡ് ചെയ്യുന്ന ആള് ആ രഹസ്യം മുട്ടുമ്പോ നിന്ന് പ്രാർത്ഥന കൈവിരിച്ച് നിൽക്കണം, കൊന്ത പിടിച്ച് കൈവിരിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ത്യാഗത്തിന്റെ ഒരു ആസ്പെക്ട്, ഒരു ഉപവാസത്തിന്റെ, ശരീരത്തിനെ കുറിച്ചുള്ള ഒരു മേഖലയും ത്യാഗത്തിന്റെ ആസ്പെക്റ്റും അവിടെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു, പ്രാർത്ഥന കഴിഞ്ഞിട്ട് കൈമുത്തുന്നത്, അതൊക്കെ ഒരുപാട് വീടുകളിൽ ഇപ്പോൾ ഉയർന്നു വന്ന ഒരു നല്ല കാര്യമാണ്. പണ്ടൊന്നും ഉണ്ടായത്, പണ്ട് എല്ലാവരും സ്ട്രിക്റ്റ് ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. പക്ഷെ ഇപ്പോൾ കെട്ടിപ്പിടിക്കുന്നു, കൈമുത്തുന്നത്, ഈശോ കൊടുക്കുന്നത്, അതായത് സ്തുതി കൊടുക്കുക, ഈശോ കൊടുക്കുക എന്ന് പറയുമല്ലോ, സ്തുതി കൊടുക്കുന്നത്, ഇതെല്ലാം അവിടെ ബന്ധങ്ങൾ കൂട്ടിയുറപ്പിക്കുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞോണം 3-4 പേരുണ്ടെങ്കിൽ 5 പേരുണ്ട് 10 പേരുണ്ടെങ്കിൽ ആ കൂട്ടായ്മയിൽ ദൈവസാന്നിധ്യമുണ്ട്. കൂട്ടായ്മകളിലാണ് ദൈവസാന്നിധ്യമുള്ളത്. അപ്പൊ അവിടെ സ്നേഹത്തിന്റെ നിറവും. അതായത് അതിനകത്ത് തന്നെ ഈ സ്തുതി കൊടുക്കുമ്പോൾ തന്നെ നമുക്കുണ്ടാകേണ്ട അടുത്തൊരു കാര്യമാണ് മാതാപിതാക്കളുടെ അനുഗ്രഹം. ഈ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ലഭിക്കുന്നത് വലിയ കാര്യമാണ്. കാരണം നമുക്കറിയാം, ഇസഹാക്കിന്റെ മക്കളായ ഏസാവും യാക്കോബും കൂടെ തല്ലിയതിന്റെ പ്രധാന കാരണം പിതാവിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പം കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ അപ്പനും അമ്മയും എല്ലാ ദിവസവും ഈ മക്കളെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹമാണ്. പ്രഭാഷകൻ 3:9 പറയുന്നു, പിതാവിന്റെ അനുഗ്രഹം ബലവത്താക്കുക, അമ്മയുടെ ശാപം അടിത്തറയിളക്കും. അനുഗ്രഹം വലിയൊരു കാര്യമാണ്. അത് കുടുംബ പ്രാർത്ഥനയിൽ ഇതിനെല്ലാം ഉള്ള പ്രൊവിഷൻസ് ഉണ്ട്. നമുക്ക് ദൈവദർശനതയിലേക്ക് നമ്മുടെ നിയോഗങ്ങൾ ഉയർത്താം. അതുപോലെ തന്നെ നമ്മുടെ ഒരു പങ്കുവയ്പലിന്റെ, പിന്നെ വചനത്തിന്റെ വലിയൊരു അഭിഷേകത്തിന്റെ, പിന്നെ ഒരു ത്യാഗ മനോഭാവത്തിന്റെ, പിന്നെ നമ്മുടെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഒരു സ്നേഹത്തിന്റെ, മാതാപിതാക്കളുടെ അനുഗ്രഹം ലഭിക്കേണ്ട ഒരു വലിയൊരു ഉറവയൊക്കെ ആയിട്ട് കുടുംബ പ്രാർത്ഥന അത് മാറുകയാണ്. പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. നമുക്ക് ഒരു ഗാനത്തിലൂടെ ആ പ്രാർത്ഥനയുടെ ശക്തി ഒന്ന് നമുക്ക് ധ്യാനിക്കാം. പ്രാർത്ഥിക്കും ഗുരുവേ നമോ നമ, സദാ പ്രാർത്ഥിക്കും ഗുരുവേ നമോ നമ, പ്രാർത്ഥിക്കും ഗുരുവേ നമോ നമ, സദാ പ്രാർത്ഥിക്കും ഗുരുവേ നമോ നമ. മരുപ്പച്ച തേടി വിജനം തേടി ഗിരിതന്നുയരം തേടി, ഉന്നത താതന്റെ തിരുമുഖം തേടി, ഉന്നത താതന്റെ തിരുമുഖം തേടി, പ്രാർത്ഥിക്കും ഗുരുവേ നമോ നമ, സദാ പ്രാർത്ഥിക്കും ഗുരുവേ നമോ നമ.
പ്രാർത്ഥിക്കും ഗുരുവേ നമോ നമ. സദാ പ്രാർത്ഥിക്കും ഗുരുവേ നമോ നമ. ഓരോ കത്തോലിക്ക കുടുംബവും കുടുംബജീവിതം ആരംഭിക്കുന്നത് അൾത്താരയുടെ മുമ്പിൽ നിന്നാണ്. വിവാഹത്തിൽ അവർക്ക് ആദ്യം ലഭിക്കുന്ന സമ്മാനം എന്തെന്ന് ചോദിച്ചാൽ, അവർ വിവാഹ വാഗ്ദാനം നടത്തി കഴിയുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ സമ്മാനം വിശുദ്ധ കുർബാനയാണ്. അപ്പോൾ ഓരോ കുടുംബവും അവരുടെ കുടുംബജീവിതം ആരംഭിക്കുന്നത് തിരുക്കുടുംബമായിട്ടാണ്. കാര്യം ഈശോനാഥൻ ആ കുടുംബത്തിലുണ്ട്. പക്ഷെ പല കാരണങ്ങളാൽ പിന്നീട് ആ തിരുക്കുടുംബം ഒരു കുടുംബം മാത്രമായി മാറുകയാണ്. അതിനൊരു കാരണം കുടുംബ പ്രാർത്ഥന ഇല്ലാതാവുന്നത് കൊണ്ടാണ്. നമ്മുടെ കുടുംബങ്ങൾ വീണ്ടും തിരുക്കുടുംബമാകണമെങ്കിൽ കുടുംബ പ്രാർത്ഥന അത് ഒരു നിരന്തരമായിട്ടുള്ള എല്ലാ ദിവസവും നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാകണം. ആ കുടുംബ പ്രാർത്ഥനയുടെ മനോഹാരിതയെക്കുറിച്ചാണ് ഞങ്ങളിവിടെ പങ്കുവെക്കാൻ ശ്രമിച്ചത്. നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന അന്യം വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പുനരാരംഭിക്കുകയാണ്. ഇന്ന് പല മാതാപിതാക്കളുടെയും ഒരു സങ്കടമാണ്, കൂടെ മക്കളില്ല. അവർ വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ കേരളത്തിന്റെ പല ഭാഗത്തായിരിക്കാം, പഠിക്കുന്നതിന്റെ ഭാഗമായിട്ടോ ജോലിയുടെ ഭാഗമായിട്ടോ. നമ്മൾ ഓൺലൈനിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണ്ട് കുറ്റങ്ങളൊക്കെ പറയാറുണ്ടല്ലോ. എന്നാൽ ഓൺലൈനിൽ നമുക്ക് ഒരു കുടുംബ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്താൽ നല്ലതായിരിക്കില്ലേ? അപ്പോൾ മാതാപിതാക്കൾക്ക് ഒരു സങ്കടം മാറും. മക്കൾ എല്ലാ ദിവസവും വിളിക്കുന്നില്ല എന്നുള്ളൊരു സങ്കടം നമുക്ക് അവിടെ മാറ്റി കിട്ടും. എല്ലാ മക്കളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ഒരു ദിവസത്തിൽ ഒരു നിശ്ചിത സമയത്ത് അവർ ഓൺലൈനിൽ വന്ന് പറ്റുമെങ്കിൽ ഒരു ജപമാല ചെല്ലുക, അതല്ലെങ്കിൽ ഒരു ജപമാലയുടെ ഒരു രഹസ്യമെങ്കിലും ചെല്ലുക. അപ്പം നമുക്ക് എല്ലാ ദിവസവും പരസ്പരം കാണാൻ പറ്റുമല്ലോ. പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുടുംബ പ്രാർത്ഥനയാണ് കുടുംബത്തെ നിലനിർത്തുന്നത്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് മുന്നേറും. അത് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള കുടുംബമാണെങ്കിലും. ഈ ഒരാഴ്ചക്കാലം ഒരു ചെറിയൊരു എക്സസൈസ് പോലെ തരികയാണ്. മക്കള് വിദേശത്തൊക്കെ ആയിരിക്കാം, ഓൺലൈനിൽ കൂടെ ഒരു കുടുംബ പ്രാർത്ഥന നടത്തിയാലോ? അത് മനോഹരമായിരിക്കില്ലേ? ഏവർക്കും നല്ലൊരാഴ്ച ആശംസിക്കുന്നു. ഈശോ ഏവരെയും അനുഗ്രഹിക്കട്ടെ.